സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സീരീസാണ് ഇൻഫിനിക്സിന്റെ GT സീരീസ്. ഇതുപോലൊരു ബോക്സിനകത്താണ് ഇൻഫിനിക്സിന്റെ GT30 Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. വിലക്കുറവിൽ മികച്ച പെർഫോമൻസ് നൽകുന്ന സ്മാർട്ട് ഫോണുകളാണ് ഇത്തരത്തിൽ GT സീരീസിലും ഇൻഫിനിക്സ് പുറത്തിറക്കുന്നത്. പക്ഷേ ഈ ഒരു ബോക്സ് ഉണ്ടോ, കുലുക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കിടന്ന് കുലുങ്ങുകയാണ്. ആ GT സീരീസിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് GT30 Pro എന്ന് പറയുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ അതിനകത്തുള്ള ഒരു പാക്കിംഗ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ഈ സൗണ്ട് കിടന്ന് കേട്ടത്. GT സീരീസിലെ ഫോണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇൻഫിനിക്സിന്റെ കേസിൽ. അതായത് ഒരു യഥാർത്ഥ ഗെയിമിംഗ് ഫോണിന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൃത്യമായി നൽകിക്കൊണ്ടാണ് GT സീരീസ് സ്മാർട്ട് ഫോണുകൾ ഇൻഫിനിക്സ് പുറത്തിറക്കുന്നത്. ഇത്രയും നല്ലപോലെ ഫോണൊക്കെ ഇറക്കുമ്പോൾ ഇതിന്റെ ബോക്സിനകം കുറച്ച് ഒരു നല്ല രീതിയിൽ പാക്കിംഗ് സെറ്റപ്പ് ആക്കണമെന്ന് ഇൻഫിനിക്സിനോട് ഒരു അപേക്ഷയുണ്ട്. അതായത് ഇതിന്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണിന്റെ ഒരു ലുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന് വന്നിട്ടുണ്ട്. ഫോൺ ധരിക്കുന്നു, അതിലേക്ക് വരാം. യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, അതുപോലെ ഒരു QR കോഡ് ഉണ്ട്. ഇവരുടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് സ്കാൻ ചെയ്ത് കഴിഞ്ഞുള്ള ഒരു QR കോഡ്. ഫോണിന്റെ ബാക്കിൽ മെക്കാനിക്കൽ ലൈറ്റ് വേവ് സിസ്റ്റം ഒക്കെ നൽകിയിട്ടുണ്ട്. ബാക്ക് കേസ് ഒരു സ്മോക്കി കളറാണ് നൽകിയിരിക്കുന്നത്. അരൺ സ്മോക്കി അല്ല, സാധാ സ്മോക്കി. അതായത് നമ്മൾ നത്തിങ്ങിന്റെ ഒക്കെ ഫോണിൽ നേരത്തെ കണ്ടിട്ടുള്ളത് പോലെ ഇവർ തന്നെ GT സീരീസിലൊക്കെ ഇതുപോലെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 45 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജർ, ചാർജിങ്ങിന് A to C ചാർജിങ് കേബിൾ. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ, അതുപോലെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ, കോള് വരുമ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഈ ലൈറ്റ് കാണും. ഭയങ്കര ലുക്ക്. ഇനി അതും അല്ലാതെ പാർട്ടി മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓല സ്കൂട്ടറിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഇതിനകത്ത് 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകൾ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ ഇളക്കാം. സാധാരണ ഇൻഫിനിക്സിന്റെ സ്റ്റിക്കർ ഇളക്കുമ്പോൾ ഫോണിൽ മൊത്തം ഒട്ടി പിടിക്കാറുണ്ട്. ഇല്ല, ഒരു കുഴപ്പമില്ല. ആ 3 മോഡുകൾ. ഇപ്പോൾ ആദ്യത്തെ ബ്രീത്ത് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണുമ്പോൾ ഇങ്ങനെയാണ്. മെറ്റിയോർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കാണും. റിതം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ലൈറ്റ് കാണും. മാത്രമല്ല, ഒരു 50,000 രൂപയിൽ കൂടുതൽ വില വരുന്ന ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളിലൊക്കെ മാത്രം കാണുന്ന തരത്തിൽ ഇവിടെ 2 കപ്പാസിറ്റീവ് ടച്ച് കൺട്രോൾ ബട്ടണുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്റി ടച്ച് കൺട്രോളിലേക്ക് നമുക്ക് ഫംഗ്ഷനുകൾ അസൈൻ ചെയ്ത്, ഇപ്പോൾ BGMയുടെ ഒക്കെ ഫംഗ്ഷൻ ഫയറിംഗ് ഒക്കെ ഇതിനകത്ത് അസൈൻ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഗെയിം കളിക്കുന്നതിന് ഈ കപ്പാസിറ്റി ടച്ച് കൺട്രോൾ ബട്ടൺസ് സഹായിക്കും. നത്തിങ് ഫോണിന്റെ ആ ഒരു ഗ്ലിഫ് ഇന്റർഫേസ് എന്നറിയപ്പെടുന്ന വൈറ്റ് കളറാണ്, വൈറ്റ് LED ആണ്. പക്ഷേ ഇതെല്ലാ കളറും ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള LED ലൈറ്റുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഗെയിമിങ്ങിന് മാത്രമല്ല, അല്ലാതുള്ള ഫംഗ്ഷനുകൾക്കും ഈ കപ്പാസിറ്റി ടച്ച് കൺട്രോൾ ബട്ടണുകളെ നമുക്ക് അസൈൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാമറ ഓപ്പൺ ചെയ്യാൻ, അതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, ഫോട്ടോ എടുക്കാൻ, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഈ കപ്പാസിറ്റി ടച്ച് ബട്ടണുകളിൽ നമുക്ക് അസൈൻ ചെയ്യാനും സാധിക്കും. ഒരു ഗെയിമിംഗ് ഫോണിന്റെ ഒരു അഗ്രസീവ് ലുക്കും ഈ ഒരു ഫോൺ അതുകൊണ്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഫോണിന്റെ ബാക്ക് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. പക്ഷെ കണ്ടുകഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോഡി ലുക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വോളിയം റോക്കേഴ്സ് ഇവിടെ കാണാം. ഈ പവർ ബട്ടണിൽ ഇത്തരത്തിലൊരു റെഡ് അക്സെന്റ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. താഴെ ഇതുപോലെ സിം ട്രേ കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ക്യാമറ മൊഡ്യൂളിന് ചുറ്റും ഒരു റെഡ് അക്സെന്റ് കണ്ടോ, നല്ല രസമുണ്ട് അത് കാണാൻ. ഗ്ലോസി ഫിനിഷ് ആയിരുന്നിട്ട് പോലും ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് അത്രയും അങ്ങനെ പതിയുന്നില്ല. എന്ത് തന്നെയായാലും കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. ഒരുപാട് ഓവർ സൈസ് ഒന്നും അല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ. ഫോണിന് 188 ഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയാണ്. മൊത്തത്തിൽ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫോണിനകത്ത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. പക്ഷേ അത് ഇതുപോലെ തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഓഫായി പോകും. ഒരു അല്പസമയത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിൽക്കുന്നത്. അതുപോലെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ AMOLED LED ഡിസ്പ്ലേ, അതും 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ പലപ്പോഴും ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് പല ഫോണുകളിലും കാണുന്നത്. പക്ഷേ ഇവിടെ 1.5K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ഡിസ്പ്ലേ കൊള്ളാം, ചുറ്റുമുള്ള ബസ്സിലൊക്കെ വളരെ തിന്നാണ്. പക്ഷേ ഇനിഷ്യലി ഞാൻ ഇത് സെറ്റപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഒരു വൈറ്റിഷ് ടോൺ കൂടുതൽ പോലെ തോന്നി. പക്ഷേ കുറച്ച് ദിവസം ഈ ഒരു ഫോൺ കൂടുതലായിട്ട് ഉപയോഗിച്ചപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ പ്രൈസ് പോയിന്റ്. മാത്രമല്ല 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അത്ര സാധാരണ എല്ലാ ഫോണുകളിലും കാണുന്നില്ല. മോട്ടോറോളയുടെ ചില ഫോണുകളിലൊക്കെയാണ് ഇത്തരത്തിൽ 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരാറുള്ളത്. ഫോണിൽ ഫിംഗർ പ്രിന്റ് ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത്. അത് തരക്കേടില്ലാത്ത സ്പീഡിൽ ഇത്തരത്തിൽ അൺലോക്ക് ആകുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു 144 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഗെയിമിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആവും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ നിന്നും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് സ്ക്രീൻ ഗാർഡ് ആൾറെഡി പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയവും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തില്ല. യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ HDR സപ്പോർട്ട് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. അതുപോലെ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ, അതും ഒരുവിധം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7i. ആ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. MediaTekന്റെ Dimensity 8350 അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്തു പോയിരുന്നത്. ഈ ഒരു പ്രോസസറുമായിട്ട് വരുന്ന ലോകത്തെ തന്നെ ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകത ഇൻഫിനിക്സ് GT30 Proയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഒരു പ്രോസസറിന്റെ AnTuTu സ്കോർ ഏകദേശം 1.5 മില്യൺ ആണ് ഇൻഫിനിക്സ് ക്ലെയിം ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഫോണിന്റെ AnTuTu സ്കോർ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഈ കാണുന്നത്. 1.2 മില്യൺ ആണ് നമുക്ക് ഇവിടെ ഇതിന്റെ ഒരു AnTuTu സ്കോർ ലഭിച്ചത്. അതുപോലെ 12 GB റാമും 256 GB ഇന്റർണൽ സ്റ്റോറേജും ഹയർ വേരിയന്റിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്
കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റും ചെയ്തു നോക്കി. കാര്യമായിട്ടുള്ള ഒരു ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ കാണിക്കുന്നില്ല. എന്നാലും ഒരു 7 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ ഒരു പെർഫോമൻസ് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. മൊത്തത്തിൽ ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് 76% ആണ്. തരക്കേടില്ലാത്ത ഒരു CPU ത്രോട്ട്ലിംഗ് റിസൾട്ട് ആണ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, LPDDR5X റാമും UFS സ്റ്റോറേജ് 4 ഓപ്ഷനുമാണ് ഈ പ്രൈസ് പോയിന്റിൽ പോലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും വലിയ കാര്യമാണ്. സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ പല ഫോണുകളും UFS 2.2ഉം അതുപോലെ LPDDR4X റാമും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ LPDDR5X UFS സ്റ്റോറേജ് ഓപ്ഷൻ 4ഉമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു ഡിവൈസിൽ നമ്മൾ ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് അൾട്രാ എക്സ്ട്രീം, അതായത് 120 FPS നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. എല്ലാ ആപ്പിലും ഇതേ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് തന്നെയാണ് ഡിവൈസ് നൽകുന്നത്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ഡിവൈസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഷോൾഡർ ട്രിഗേഴ്സ് തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ റൈറ്റിൽ ഫയറും ലെഫ്റ്റിൽ സ്കോപ്പുമാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇതിനകത്ത് ട്രിഗേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളത് അസൈൻ ചെയ്യാൻ പറ്റും. ആദ്യം യൂസ് ചെയ്ത് ശീലമില്ലാത്തവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ യൂസ് ചെയ്ത് വരുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഷോൾഡർ ട്രിഗേഴ്സ്. ഈ ഒരു ഷോൾഡർ ട്രിഗേഴ്സ് അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടോഗിൾ ഉണ്ട്, ഗെയിമിങ്ങിന്റെ ടോഗിൾ ഉണ്ട്. അതിനകത്ത് താഴേക്ക് വരുമ്പോൾ GT ട്രിഗേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും അടുത്തത് ആഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. സിംഗിൾ പ്രസ് കോംബോ, അങ്ങനെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ഈ ട്രിഗേഴ്സിന്റെ സെൻസിറ്റിവിറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൈറ്റ് ലെഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പോയിന്റ്സിലായിരിക്കും ഈ ട്രിഗേഴ്സിന്റെ എഫക്റ്റ് വരിക. ഇപ്പോൾ റൈറ്റിൽ ഞെക്കുമ്പോൾ ഈ ഭാഗത്താണ് ട്രിഗേഴ്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് ഞാൻ സ്കോപ്പ് മാപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു റെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജിംഗ് നൽകിയിട്ടുണ്ട്. 30 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഈ പ്രൈസ് പോയിന്റിൽ ഒരു രക്ഷയില്ല. സാധാരണ ഇന്ന് വരുന്ന ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന പല ഫോണുകളിലും 80 വാട്ട് 120 വാട്ടിന്റെ ഒക്കെ ചാർജറിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇവിടെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, ഇപ്പോഴും 45 വാട്ടേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായി പറയാം. ബാക്കി ഈ പറയുന്ന വയർലെസ് ചാർജിംഗ്, റിവേഴ്സ് വയർലെസ് ചാർജിംഗ്, റിവേഴ്സ് വയർഡ് ചാർജിംഗ്, ബൈപ്പാസ് ചാർജിംഗ്, ഇങ്ങനെ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറയെ പറ്റി പറഞ്ഞാൽ ബാക്കിൽ 2 ക്യാമറകളാണ്. 108 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസർ, 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ സെൻസർ, ടെലിഫോട്ടോ സെൻസർ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു 108 മെഗാ പിക്സലിന്റെ സെൻസർ പല ഫോണുകളിൽ നിന്നും ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. സാധാരണ 90% ഫോണുകളിൽ ഇപ്പോൾ 50 മെഗാ പിക്സൽ സെൻസർ ആണ് വരുന്നത്. നേരത്തെയൊക്കെ 108 മെഗാ പിക്സൽ ഭയങ്കര സംഭവമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് പറഞ്ഞ 108 മെഗാ പിക്സലിന്റെ ഒരു സെൻസറാണ് നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് 13 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു നോക്കി. അപ്പോൾ എടുത്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ പോലൊന്നും നമുക്ക് ഇതിന്റെ ക്യാമറയെ നമുക്ക് നമ്പാൻ സാധിക്കത്തില്ല. കാരണം ഇതിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ, ചില കണ്ടീഷനിൽ നല്ല ഫോട്ടോ തരുന്നുണ്ട്, ചില കണ്ടീഷനിൽ അത്ര ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് അല്ല. മാത്രമല്ല എല്ലാ ഫോട്ടോകൾക്കൊന്നും ഒരു വലിയൊരു ഡെപ്ത് ഒന്നുമില്ല. നമ്മൾ ഫോട്ടോസ് കുറച്ച് സൂമൊക്കെ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഭയങ്കര ലോസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ സൂം ചെയ്തുകൊണ്ട് എടുത്ത ഒരു വിഷ്വലാണ് ഇത്. ഈ പ്രാവിന്റെ ഈ ഒരു വീഡിയോ കുറച്ചങ്ങോട്ട് സൂം ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ലോസ് ആവുന്നതായിട്ട് തോന്നുന്നുണ്ട്. ചില ഫോട്ടോകൾ കൊള്ളാം, നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്, എന്നാൽ ചില ഫോട്ടോകൾ വളരെ മോശമാണ്. എനിക്കിതിനകത്ത് തീരെ ഇഷ്ടപ്പെടാത്തത് ബാക്ക് ക്യാമറ വീഡിയോ ഈ പറഞ്ഞ പോലെ എടുത്തതൊന്നും അത്ര ബെറ്റർ ആയിട്ട് വരുന്നില്ല. ഫോട്ടോകൾ പിന്നെയും കൊള്ളാം, സെൽഫി വീഡിയോ പിന്നെയും എനിക്കൊരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. എന്തായാലും ഈ പറഞ്ഞ പോലെ ക്യാമറ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഫോണിന്റെ കേസിൽ തോന്നിയത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷൻ 60 FPS-ലും അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K റെസൊല്യൂഷൻ 30 FPS-ലും വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. എന്നാൽ ഇതിന്റെ വൈഡ് ആംഗിളിലേക്ക് വരുമ്പോൾ നമുക്ക് 2K 30 FPS വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്ന് ഇതിന് വില കൂടിയ പല ഫോണുകളിലും വൈഡ് ആംഗിളിൽ ഫുൾ HD-ലേക്ക് നിർത്തിക്കൊണ്ട് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും 4K റെസൊല്യൂഷൻ കൊടുക്കുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. അവിടെയും ഇൻഫിനിക്സ് ഈ ഒരു ഫോണിൽ ഞെട്ടിച്ചിട്ടുണ്ട്. വൈഡ് ആംഗിൾ പോലും 2K റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്, ഭയങ്കര വോളിയുമില്ല, മീഡിയം വോളിയുമാണ്. പക്ഷേ നമ്മൾ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു കാര്യമായിട്ട് സ്റ്റീരിയോ സ്പീക്കറിലാണ് പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ ബോഡിയിൽ നിന്ന് നല്ലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ പാട്ടിന്റെ വൈബ്രേഷൻ അതൊരു സുഖക്കുറവ് നൽകുന്നുണ്ട്, ആ ഒരു സൗണ്ടിന്റെ വൈബ്രേഷൻ. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ Android 15-ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇൻഫിനിക്സിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള XOS 15-ഉം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. ബ്ലോട്ട്വെയർസുകളുടെ കാര്യം പറഞ്ഞാൽ ഇത്തരത്തിലൊരു 5 ബ്ലോട്ട്വെയർ ആപ്പുകൾ ഈ ഒരു ഫോണിനകത്ത് കാണുന്നുണ്ട്. എന്നാൽ അവ നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും.
2 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. അതായത് ആൻഡ്രോയിഡ് 17 വരെയുള്ള അപ്ഡേറ്റ് ലഭിക്കും, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. പക്ഷേ കഴിഞ്ഞ ഇൻഫിനിക്സ് പുറത്തിറക്കിയ അണ്ടർ 15,000 ഒരു ബെസ്റ്റ് ഫോൺ ഉണ്ടായിരുന്നു, ഇൻഫിനിക്സ് നോട്ട് 50X. അതിൽ പോലും ഇത്രയധികം ബ്ലോട്ട്വെയർസുകൾ ഇല്ല. ക്ലീൻ സോഫ്റ്റ്വെയർ ആയിരുന്നു ഒരു പരിധി വരെ. മുൻകാല ഇൻഫിനിക്സിന്റെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ സൈഡ് ബെറ്റർ ആയിട്ടുണ്ടെന്ന് വേണം പറയാം. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ സ്മാർട്ട് ഫോണിനകത്ത് IP റേറ്റിംഗ് IP64 ആണ് നൽകിയിരിക്കുന്നത്. ഇന്ന് IP69 ഒക്കെ പല ഫോണുകളിലും ഈ പ്രൈസ് പോയിന്റിൽ വരുന്നുണ്ട് എന്നുള്ളതും ഓർക്കണം. NFC സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ eSIM സപ്പോർട്ട് ഇല്ല. ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു ഏക കുറവായിട്ട് കാണുന്നത് ഫീച്ചർ വൈസ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പറഞ്ഞ പോലെ വയർലെസ് ചാർജിങ്, അതും 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്. നമുക്ക് വേറെ ഏതെങ്കിലും വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണുകളോ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളോ ഒക്കെ ഇതിന്റെ പുറത്ത് വെച്ചും ചാർജ് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ വയേർഡ് റിവേഴ്സ് ചാർജിങ്ങും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന് സാധിക്കും. അതുപോലെ ബൈപ്പാസ് ചാർജിങ് സാധ്യമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളിവിടെ വയർലെസ് ചാർജിങ് ഈ ഒരു ഫോണിനകത്ത് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ ഞാൻ എൻ്റെ കാറിനകത്ത് വയർലെസ് ചാർജറിൽ ചെക്ക് ചെയ്തപ്പോൾ ഇന്ന് രാവിലെ ചാർജ് കയറി, കുറച്ചൊന്ന് ചാർജ് കയറി, പിന്നെ അനങ്ങിയില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കോയിലിന് എന്തോ വിഷയം വന്നതെന്ന് തോന്നി. ഇപ്പോൾ ഇത് ഇൻഫിനിക്സിൻ്റെ തന്നെ വയർലെസ് ചാർജറാണ്. അത് ഉപയോഗിച്ചിട്ട് വയർലെസ് ചാർജിങ് ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ഡിവൈസിൽ സാധ്യമാകുന്നില്ല. അതുപോലെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇവിടെ എനേബിൾ ചെയ്തു, എന്നിട്ടും റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇപ്പോൾ ഇതിനകത്ത് നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ എൻ്റെ റിവ്യൂവിന് കിട്ടിയ ഈ ഒരു ഫോണിൻ്റെ ആ വയർലെസ് ചാർജിങ്ങിന് എന്തോ ഇഷ്യൂ വന്നതാണ്. രാവിലെ ഞാൻ കാറിനകത്ത് ഇത് വയർലെസ് ചാർജിങ് കണക്ട് ചെയ്ത് വെച്ചപ്പോൾ ചാർജ് കുറച്ച് സമയം ഒന്ന് കയറിയിട്ട് പിന്നെ അങ്ങ് നിൽക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല. ഒബ്ജക്റ്റ് ഇറേസർ പോലുള്ള നിരവധി AI ഫീച്ചറുകൾ ഈ ഒരു ഫോണത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. കണ്ടില്ല, ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഇറേസർ ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. എത്ര സമയം എടുത്തിട്ടും അതങ്ങോട്ട് ഇതുവരെ സെറ്റായി വരുന്നില്ല. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ക് പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത് ഒരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇതിനകത്ത് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. ടെലിഫോട്ടോ സെൻസർ അതൊരു എന്താ പറയുന്നത് ഒരു അതിമോഹമാണ് എന്ന് എനിക്കറിയാം, എങ്കിലും അതൊരു കുറവായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ eSIM സപ്പോർട്ട് അതും അതിമോഹമാണ്, അതില്ലെന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫോണിനെ വ്യത്യസ്തമാക്കുന്നത്.